പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫെബ്രുവരിയിൽ ധാരണയായ ഇടക്കാല വ്യാപാര കരാർ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി യു.എസ്. ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ ഇന്ത്യയിലെത്തും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. യു.എസ്. ഇന്ത്യ ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ചരിത്രപരമായ സംയുക്ത പ്രസ്താവനയെക്കുറിച്ചും ഇടക്കാല കരാറിനെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ജാമിസൺ ഗ്രീർ ഈ ആഴ്ച ന്യൂഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നതെന്ന് യു.എസ്. ട്രേഡ് റെപ്രസെന്റേറ്റീവിന്റെ ഓഫീസ് ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. കാർഷികം, IT, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലാണ് പുതിയ വ്യാപാര കരാർ വിഭാവനം ചെയ്യുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായ ഇന്ത്യയുമായുള്ള ഈ കരാർ ആഗോള സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നതായിരിക്കും പുതിയ വ്യാപാര നയങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അന്തിമ രൂപം നൽകുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു.എസ്. പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മികച്ചൊരു വിലപേശലുകാരൻ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അദ്ദേഹവുമായുള്ള തന്റെ വ്യക്തിപരമായ അടുപ്പവും എടുത്തു പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് യു.എസ്. ട്രേഡ് റെപ്രസെന്റേറ്റീവിന്റെ ഇന്ത്യ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. ജൂൺ 2 മുതൽ 4 വരെ ന്യൂഡൽഹിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് ജാമിസൺ ഗ്രീറും പീയൂഷ് ഗോയലും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. കരാറിന്റെ അടിസ്ഥാന ഘടനയ്ക്ക് അന്തിമ രൂപം നൽകുക എന്നതായിരിക്കും ഇരു മന്ത്രിമാരും തമ്മിലുള്ള ചർച്ചയുടെ പ്രധാന ലക്ഷ്യമെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇടക്കാല വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിലേക്ക് ഇന്ത്യയും അമേരിക്കയും അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ജൂൺ 5 പീയൂഷ് ഗോയൽ പറഞ്ഞിരുന്നു. ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം അടുത്ത മാസം പകുതിയോടെ നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ സന്ദർശനത്തിന് ശേഷം ജാമിസൺ ഗ്രീർ ഉസ്ബെക്കിസ്ഥാനിലേക്കും യാത്ര തിരിക്കും. അവിടെ പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയേവ്, പ്രസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ മേധാവി സെയ്ദ് മിർസിയോയേവ്, ഉപപ്രധാനമന്ത്രി ജംഷിദ് ഖോജയേവ് എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയുമായി നീതിയുക്തവും സന്തുലിതവും പരസ്പരവും ഉള്ളതുമായ വ്യാപാരം ഉറപ്പിക്കുന്നതിലായിരിക്കും ഉസ്ബെക്കിസ്ഥാനിലെ ചർച്ചകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ചർച്ചകളിൽ ഇന്ത്യയും യു.എസും ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ ചട്ടക്കൂടിനെ കുറിച്ച് നേരത്തെ സമ്മതിച്ചിരുന്നു. ഒരു ഇടക്കാല വ്യാപാര കരാറിനുള്ള വിശാലമായ കടഞ്ഞ ചട്ടക്കൂട് നിർദ്ദേശിച്ചു. അതിനുശേഷം ഇരു രാജ്യങ്ങളും കരാറിന്റെ നിയമപരമായ പാഠത്തിൽ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ ധാരണയുടെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% നിന്ന് 18% കുറയ്ക്കാൻ യു.എസ്. സമ്മതിച്ചിരുന്നു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള 25% താരിഫ് വാഷിംഗ്ടൺ നീക്കം ചെയ്യുകയും പുതിയ കരാർ പ്രകാരം ശേഷിക്കുന്ന താരിഫുകൾ കൂടുതൽ കുറയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിരുന്നാലും 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപകമായ പരസ്പര താരിഫുകൾക്കെതിരെ ഫെബ്രുവരി 20 യു.എസ്. സുപ്രീം കോടതി വിധിയോടെ സ്ഥിതി മാറി. വിധിയെ തുടർന്ന് ഫെബ്രുവരി 24 മുതൽ 150 ദിവസത്തേക്ക് എല്ലാ രാജ്യങ്ങൾക്കും 10% താരിഫ് ഏർപ്പെടുത്തുമെന്ന് യു.എസ്. ഭരണകൂടം പ്രഖ്യാപിച്ചു. ഈ നയമാറ്റങ്ങൾ കാരണം ഫെബ്രുവരിയിൽ ഇന്ത്യയും യു.എസും തമ്മിലുള്ള ചർച്ചകൾ മാറ്റിവെച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.